നിങ്ങളുടെ ഫേവറേറ്റ് സീരിയലുകൾ ടിവിയിൽ വരുന്നതിന് മുൻപേ സൺ നെക്സ്റ്റ് ആപ്പിൽ കാണാം. ഇനി എല്ലാവർക്കും മുൻപേ കാണൂ. ഇപ്പോൾ തന്നെ സൺ നെക്സ്റ്റ് ആപ്പ് ഡൗൺലോഡ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യൂ. നിക്ക്. ഈശ്വരമംഗലത്തെ മരുമകൾ വിളക്ക് കൊളുത്തുന്നതിൽ തെറ്റില്ലെന്നാ തിരുമേനി പറഞ്ഞത്. അങ്ങനെയാണെങ്കിൽ ഈ വിളക്ക് കൊളുത്തേണ്ടത് ഞാനല്ലേ? നീ ഇങ്ങോട്ട് മാറിയെന്നെ. എനിക്കറിയാം വിളക്ക് കൊളുത്ത. ഇങ്ങത്താ. ശിവാനി, നീ എന്തേ കാണിക്കുന്നത്? ഇവിടുത്തെ മൂത്ത മരുമകള് നിധിയാ. അവള് തന്നെയാണ് വിളക്ക് കൊടുത്തേണ്ടത്. നീ അങ്ങ് മാറി നിൽക്ക് ശിവാനി. മൂത്ത മരുമകൾ നിൽക്കുമ്പോൾ രണ്ടാമത്തെ മരുമകൾ വിളക്ക് കൊളുത്തുന്നത് ശരിയല്ല. മുറപ്രകാരം തന്നെ കാര്യങ്ങൾ നടക്കട്ടെ, അതല്ലേ നല്ലത്? മുറപ്രകാരമാണ് കാര്യങ്ങൾ നടക്കേണ്ടതെങ്കിൽ വിളക്ക് കൊളുത്തേണ്ടത് ശിവാനി തന്നെയാ. തിരുമേനിക്ക് സംശയമൊന്നും വേണ്ട. ഈ വീട്ടിലെ മൂത്ത മകൻ ഞാനാ. ഈ നിൽക്കുന്നത് ഇവിടുത്തെ ദത്തുപുത്ര മാത്രമാ. പ്രണവേ, നീ എന്തുവാടി ഈ പറയുന്നത്? അടങ്ങമ്മേ, സത്യമല്ലേ ഞാൻ പറഞ്ഞത്? ഈ വീട്ടില് ഈശ്വരമംഗലം സന്തതിയായിട്ട് ആൺതരി എന്ന നിലയിൽ ഒരാളെ പറഞ്ഞിട്ടുള്ളൂ. അത് ഈ ഞാനാ. മുറപ്രകാരമുള്ള കാര്യങ്ങൾ ചെയ്യാനാണ് തിരുമേനി ഉദ്ദേശിക്കുന്നതെങ്കിൽ എന്റെ ഭാര്യയായ ശിവാനി തന്നെ വിളക്ക് കൊളുത്തും. നീ എന്തോ നോയിക്കൊണ്ടിരിക്കുന്നേ? വിളക്ക് വാങ്ങിച്ചു കൊടുത്ത്. ശിവാനി വേണ്ട, അങ്ങോട്ട് മാറി നിൽക്ക്. ഗൗതമാണ് മൂത്ത മകനെന്ന് ഞാൻ പറഞ്ഞു കഴിഞ്ഞാ സത്യവും അത് തന്നെയായിരിക്കും. നിധി തന്നെ വിളക്ക് കൊളുത്തും. അമ്മയ്ക്ക് ഇത് എന്തിന്റെ കേടാമേ? ഒരു ദത്തുപുത്രന് വേണ്ടിയിട്ട് അമ്മ ദൈവത്തിന്റെ ചടങ്ങുകൾ പോലും തെറ്റിക്കാന്നാണോ തീരുമാനിച്ചിരിക്കുന്നത്? ദത്തുപുത്രൻ എന്ന വാക്കേ നീ ഇടയ്ക്കിടയ്ക്കെടുത്ത് പ്രയോഗിക്കണ്ട കേട്ടോ. അതങ്ങ് നിർത്തിയേക്ക് പ്രണവേ, അതാ നല്ലത്. എന്താ ഇത്? വലിയ ദൈവവിശ്വാസികളാണെന്നൊക്കെ പറയും. എന്നിട്ട് പൂജയ്ക്ക് വേണ്ടി എല്ലാം ഒരുക്കി വെച്ചിട്ട് അതിന്റെ മുന്നിൽ നിന്ന് തല്ലുകൂടുന്നു. ഇതിപ്പോ ആരേലും ഒരു വിട്ടുവീഴ്ച ചെയ്യണ്ടേ? എടുത്തി, ഇത്തവണത്തേക്ക് ഒന്ന് ക്ഷമിക്ക്. ശിവാനി തന്നെ വിളക്ക് കൊളുത്തട്ടെ. ഗൗതമല്ല ഈശ്വരമംഗലത്തിന്റെ മൂത്ത മകനെന്ന് വസുവിന് തോന്നുന്നുണ്ടോ? പറ. അങ്ങനെയാണ് വസുവിന്റെ മനസ്സിലെങ്കിൽ ശിവാനി വിളക്ക് കൊളുത്താൻ ഞാൻ സമ്മതിക്കാം. ആന്റിക്ക് നിധിയെ കൊണ്ട് വിളക്ക് കൊളുത്തിക്കണം. അതിനുവേണ്ടി വസുന്ധര ആന്റിയെ ത്രിശങ്കു സ്വർഗത്തിലാക്കണ്ട. ആന്റി മകനും മൂത്ത മരുമോളൊന്നും പറഞ്ഞ് കൊട്ടിഘോഷിക്കുന്ന ഇവരെ ഒരിക്കല് ഈ ഈശ്വരമംഗലമേ വേണ്ടെന്ന് പറഞ്ഞ് ഇറങ്ങി പോയവരാ. അത് മറക്കണ്ട. ഒരു കാര്യം ഞാൻ ഇപ്പോഴും പറയും, ഇതൊരു ദൈവത്തിന്റെ ചടങ്ങാ. ഇവിടെ മുറപ്രകാരമുള്ള കാര്യങ്ങൾ തന്നെ നടക്കണം. അങ്ങനെയാണെങ്കിൽ വിളക്ക് കൊളുത്തേണ്ടത് ഞാൻ തന്നെയാ. നീ എന്തിനെങ്ങനെ തർക്കിച്ചിരിക്കുന്നേ? വിളക്ക് കൊളുത്താ നോക്ക്. അത് നടക്കില്ലെന്ന് പറഞ്ഞില്ലേ? അമ്മേ വേണ്ട, ഒരു വിളക്ക് കൊളുത്തുന്ന കാര്യമല്ലേ. ശിവാനിയും പ്രണവും പറഞ്ഞതുപോലെ അത് മുറപ്രകാരം തന്നെ നടക്കട്ടെ. ആരുടെ അവതാരിയൊന്നും ശിവാനിക്ക് ആവശ്യമില്ല. ഞാൻ പറഞ്ഞതേ ശിവാനിയുടെ അവകാശമാ. പൂർണ്ണ മനസ്സോടെ അനുവദിച്ചു തരാൻ പറ്റത്തില്ലെങ്കിലേ ഇവിടെ പൂജ നടക്കത്തില്ല, ഒരു കുന്തോ നടക്കത്തില്ല.
തിരുമേനി എല്ലാം പെരക്കെടുത്തോട്ട് പോവാൻ നോക്ക്. അനാവശ്യം പറയല്ലേ പ്രണവേ. വന്ന് വന്ന് എന്തും വിളിച്ചു പറയാവുന്നായോ? ഇതിപ്പോ വലിയ മോശമായി പോയി. സത്യത്തിൽ ഇങ്ങനെ ഒരു പൂജ നടത്തിയിട്ട് ഒരു കാര്യമില്ല. ഞാനിപ്പോ എന്താ പാർവതിയമ്മ ചെയ്യേണ്ടത്? പൂജ നടക്കണം. അതിന് ഞാനും നിധിയും ഒരു തടസ്സമാവില്ല. അമ്മ എന്താന്ന് വെച്ചാൽ ചെയ്തു. അമ്മേ, ശിവാനിയോട് വിളക്ക് കൊളുത്താൻ പറ. ശിവാനി, വിളക്ക് കൊളുത്ത്.